ഹായ് ഫ്രണ്ട്സ്, PSC വേൾഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആരാണ്? 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ആഗോള അഴിമതി സൂചിക പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? 2023 ആഗോള അഴിമതി സൂചിക പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 93-ാം സ്ഥാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. ഓക്കെ, ഒന്നും കൂടി നമുക്ക് നോക്കാം. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. 2023 ആഗോള അഴിമതി സൂചിക പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 93-ാം സ്ഥാനമാണ്. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ: സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമ ഏതാണ്? സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ഫെബ്രുവരി 1 കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി ആരാണ്? 2024 ഫെബ്രുവരി 1 കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബഡ്ജറ്റാണ് 2024 ഫെബ്രുവരി 1 നടന്നിട്ടുള്ള കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റ്. ഓക്കെ, ഓർത്തിരിക്കുക. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ്. 2024 ഫെബ്രുവരി 1 കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: 2024 ജൂലൈയിൽ നടക്കുന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2024 ജൂലൈയിൽ നടക്കുന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടി വേദി കൊച്ചിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ഫെബ്രുവരിയിൽ കേരള ബാങ്കിന്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ആരാണ്? 2024 ഫെബ്രുവരിയിൽ കേരള ബാങ്കിന്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ജോട്ടി M ചാക്കോ. 2024 ജൂലൈയിൽ നടക്കുന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കൊച്ചിയാണ്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്. 2024 ഫെബ്രുവരിയിൽ കേരള ബാങ്കിന്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ആരാണ്? ജോട്ടി M ചാക്കോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യ CEO ആരാണ്? 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യ CEO ആണ് എലേന നോർമൻ. ആരാണ്? എലേന നോർമൻ ആണ് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യ CEO. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ഫെബ്രുവരിയിൽ ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി ആരാണ്? 2024 ഫെബ്രുവരിയിൽ ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ പുതിയ സുപ്രീം മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. എലേന നോർമൻ 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യൻ CEO ആണ്. 2024 ഫെബ്രുവരിയിൽ ലോക്പാലിന്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ഗംഗയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികർ ആരൊക്കെയാണ്? ഇന്ത്യയുടെ ഗംഗയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് B നായർ, മലയാളിയാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല.
ആരൊക്കെയാണ് ഇന്ത്യയുടെ ഗംഗയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികർ? ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബി നായർ മലയാളിയാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല. അടുത്ത ക്വസ്റ്റ്യൻ മൂർബെ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ്? മൂർബെ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ് മൂർബെ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽവേ പാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽ പാതയാണ് T50. 12.77 കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽ പാതയായ T50യുടെ ദൂരം. ഓർത്തിരിക്കുക, ജമ്മു കാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പാതയിലാണ് തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഏതാണ്? 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് ഗോംബസ് സാമൂരിനോറാം. അടുത്ത ക്വസ്റ്റ്യൻ ജിമെയിലിനു പകരമായി ഇലോൺ മാസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം ഏതാണ്? ജിമെയിലിനു പകരമായി ഇലോൺ മാസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽ പാതയാണ് T50. 12.77 കിലോമീറ്റർ ആണ് ദൂരം. ജമ്മു കാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ പാതയിലാണ് തുരങ്കപാത കാണപ്പെടുന്നത്. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ആണ് ഗോംബസ് സാമൂരിനോറാം. ജിമെയിലിനു പകരമായി ഇലോൺ മാസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം എന്താണ്? എക്സ്മെയിൽ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. അടുത്ത ക്വസ്റ്റ്യൻ 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് GPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ട് ഏതാണ്? റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് GPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ടാണ് ഹനുമാൻ. ഓക്കെ, ഇതാണ് ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകമാണ്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അംഗീകാരം നൽകിയ രാജ്യമേതാണ്? ഇന്ത്യയാണ്. റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ചാറ്റ് GPT മാതൃകയിലുള്ള AI ചാറ്റ് ബോട്ടാണ് ഹനുമാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കരസേന ഉപമേധാവിയായി 2024 ഫെബ്രുവരിയിൽ ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യയുടെ കരസേന ഉപമേധാവിയായി 2024 ഫെബ്രുവരിയിൽ ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 2024 ഏഷ്യൻ ടീം ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ആരാണ്? 2024 ഏഷ്യൻ ടീം ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യ. ഇന്ത്യയുടെ കരസേന ഉപമേധാവിയായി 2024 ഫെബ്രുവരിയിൽ ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. 2024 ഏഷ്യൻ ടീം ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.